മുസ്ലിം ലീഗുമായുള്ള പ്രശ്നപരിഹാര ഫോർമുല രൂപപ്പെട്ടതോടെ കെ സുധാകരൻ ക്യാമ്പിന്റെ പദ്ധതിയാണ് പാളിയത്. സുധാകരനെ രാജ്യസഭയിലേക്ക് അയച്ച് കണ്ണൂർ സീറ്റ് കെ ജയന്തിന് നൽകുക എന്നതായിരുന്നു പ്ലാൻ. ലീഗുമായുള്ള ചർച്ചയ്ക്ക് മുന്നോടിയായി കോൺഗ്രസ് നേതാക്കൾ നടത്തിയ അനൌദ്യോഗിക ചർച്ചയിൽ രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം കെ സുധാകരൻ ഉന്നയിച്ചു. കണ്ണൂർ എംപിയായ കെ സുധാകരൻ ഇത്തവണ മത്സരിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. ജൂണിൽ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റിനായി സുധാകരൻ നീക്കങ്ങളും ആരംഭിച്ചു. സുധാകരന്റെ അടുത്ത അനുയായിയും KPCC ജനറൽ സെക്രട്ടറിയുമായ കെ ജയന്ത് കണ്ണൂർ സീറ്റിനായും ശ്രമം തുടങ്ങി. KPCC പ്രസിഡന്റിന്റെ സിറ്റിംഗ് സീറ്റിൽ ജയന്ത് മത്സരിക്കാനുള്ള സാധ്യത ഏറെയായിരുന്നു. ലോക്സഭയിൽ 3ാം സീറ്റ് വേണമെന്ന ആവശ്യവുമായി ലീഗ് രംഗത്ത് വന്നതോടെ സുധാകരൻ കണ്ണുവെച്ച രാജ്യസഭാ സീറ്റ് ചർച്ചയിലേക്ക് വന്നു. ആലുവയിൽ ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് തൊട്ടുമുമ്പ് നടന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിൽ സുധാകരൻ തന്റെ ആവശ്യം തുറന്നു പറഞ്ഞു. മുസ്ലിം ലീഗിന് പോകാൻ മറ്റൊരിടമില്ലെന്നും രാജ്യസഭാ സീറ്റ് തനിക്ക് നൽകണമെന്നുമായിരുന്നു സുധാകരന്റെ ആവശ്യം. ക്ഷുഭിതനായ VD സതീശൻ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് പ്രതികരിച്ചു. സുധാകരനെ പിന്തുണക്കുന്ന നിലപാട് രമേശ് ചെന്നിത്തലയും സ്വീകരിച്ചതായി സൂചനയുണ്ട്. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ലീഗുമായി നടന്ന ചർച്ചകളുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നത് ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ മതിയെന്ന ധാരണയും സുധാകരൻ ഇന്നലെ ലംഘിച്ചു. രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവർ എടുക്കുമെങ്കിൽ അവർക്കത് കൊടുക്കാം. അത് അവർ ഓക്കെ പറഞ്ഞില്ല. അതും അവർ തങ്ങളുമായി സംസാരിച്ചതിന് ശേഷമേ അവർ ഞങ്ങൾക്ക് മറുപടി പറയുള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങൾ ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പെർമിഷനോടുകൂടി വി വിൽ കൺസിഡർ ദാറ്റ്. രാജ്യസഭാ സീറ്റ് വെച്ച് ലീഗുമായി ചർച്ച നടത്തുന്നത് തടയാൻ കെ സുധാകരൻ ക്യാമ്പ് ശക്തമായ നീക്കങ്ങൾ നടത്തി. ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നുവെന്ന പ്രചാരണവും നടന്നു. ഈ ചർച്ചകളെ ചുറ്റിപ്പറ്റി രമേശ് ചെന്നിത്തല, കെ സുധാകരൻ കൂട്ടുകെട്ടും രൂപപ്പെട്ടു. കൊച്ചിയിൽ നിന്നും MK ഷുക്കൂർ, മീഡിയ 1.